ഓഹരി വിപണിയിലെ അടുത്ത വലിയ മൂവ്മെന്റ് കണ്ടെത്താൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? FIIയുടെയും DIIയുടെയും നിക്ഷേപം കുതിച്ചുയരുന്ന 3 ഇന്ത്യൻ ഓഹരികളെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഏറ്റവും വലിയ പ്ലേയേഴ്സ്, അതായത് FIIകളും DIIകളും ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇപ്പോൾ നിക്ഷേപം നടത്തുന്ന മികച്ച 3 ഓഹരികൾ. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. ചേഞ്ച് ഈസ് ദ ഓൺലി വൺ കോൺസ്റ്റന്റ്. ആ മാറ്റം എങ്ങനെ നിങ്ങൾക്ക് അനുകൂലമാക്കാം ഇന്ന് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ വെളിപ്പെടുത്തുന്നു. കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ഷെയർ മാർക്കറ്റിന്റെ ഒരു റൂളാണ് ചേഞ്ച് ഈസ് കോൺസ്റ്റന്റ്. ചിലപ്പോൾ എമോഷൻസ് മാറാം, ചിലപ്പോൾ സെക്ടേഴ്സ് മാറാം, ചിലപ്പോൾ ഇൻവെസ്റ്റ്മെന്റ് സ്ട്രാറ്റജി മാറാം. ഇവിടെ ഏറ്റവും വലിയ സ്ട്രാറ്റജി വലിയ ആളുകളുടെ പണം നമുക്കത് എങ്ങനെ നമ്മളുടെ കൈവശമാക്കാം എന്നുള്ളത് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതായത് FIIകളും DIIകളും അവരുടെ ഹോൾഡിംഗ്സ് വർദ്ധിപ്പിക്കുകയോ അല്ലെങ്കിൽ കുറയ്ക്കുകയോ ചെയ്യുന്ന സമയത്ത് ഇത് നമുക്ക് കൃത്യമായി ട്രാക്ക് ചെയ്യാൻ കഴിയുകയാണെങ്കിൽ നമ്മളെ പോലെയുള്ള റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിന് വളരെ വലിയ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്വാർട്ടറിൽ FIIകളും DIIകളും വളരെയധികം ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതും അതുപോലെ തന്നെ അവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിയതുമായിട്ടുള്ള മികച്ച 3 ഓഹരികൾ നമുക്ക് നോക്കാം. അതായത് FIIകളും DIIകളും ഹോൾഡിംഗ് പെർസെന്റേജ് ഏതൊക്കെ സ്റ്റോക്കുകളിലേക്കാണ് മാറ്റം വരുത്തിയിരിക്കുന്നത് എന്നാണ് നമ്മളിവിടെ മനസ്സിലാക്കാൻ പോകുന്നത്. ഇന്ന് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇന്നത്തെ കണ്ടന്റ് നോക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആണെന്ന് തോന്നിയാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇന്നത്തെ വീഡിയോ അതുപോലെ തന്നെ ഫ്രണ്ട്സിന് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. വെൽക്കം ടു ദ ഐ ഓപ്പണർ വീഡിയോ ഓഫ് തനം സ്മാർട്ട് സേവിംഗ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് സൊല്യൂഷൻസ്. ഒന്നാമത്തെ സ്റ്റോക്ക് ആസാദ് എഞ്ചിനീയറിംഗ്. 1983 ആരംഭിച്ച ഈ മിഡ് ക്യാപ് കമ്പനി അടിസ്ഥാനപരമായി എയറോസ്പേസ് കോമ്പോണൻസുകളിൽ ടർബൈനുകൾ നിർമ്മിക്കുകയും എയറോസ്പേസ്, ഡിഫൻസ്, എനർജി, ഓയിൽ ആൻഡ് ഗ്യാസ് ഇൻഡസ്ട്രികളിലെ ഒറിജിനൽ എക്യുപ്മെന്റ് മാനുഫാക്ചേഴ്സായി വിതരണം ചെയ്യുകയും ചെയ്തു. കഴിഞ്ഞ ക്വാർട്ടറിൽ FII ഹോൾഡിംഗുകൾ 4% വർദ്ധിച്ചു. അതുപോലെ തന്നെ DII ഹോൾഡിംഗുകൾ 2% വർദ്ധിച്ചു. കമ്പനിയുടെ പോർട്ട്ഫോളിയോയിൽ 1400-ലധികം ക്വാളിഫൈഡ് പാർട്സ് ഉണ്ട്. കമ്പനിയുടെ ഇൻഡസ്ട്രിയൽ വെർട്ടിക്കൽസ് പരിശോധിച്ചാൽ അത് പ്രധാനമായും എനർജി, ഓയിൽ, ഗ്യാസ് ഇവയൊക്കെയാണ്. ഈ ഒരു വെർട്ടിക്കലാണ് കമ്പനിയുടെ ബാക്ക് ബോൺ ആയിട്ട് പ്രവർത്തിക്കുന്നത്. 2025 ഫിനാൻഷ്യൽ ഇയറിന്റെ ആദ്യ പകുതിയിൽ കമ്പനിയുടെ ഉൽപാദനത്തിന്റെ ഏകദേശം 86% ഓയിൽ ആൻഡ് ഗ്യാസ് ആയിരുന്നു. ഇത് അവരുടെ മെയിൻ പ്രൊഡക്റ്റ് ലൈനായിട്ട് നിലനിൽക്കുന്നു. ബാക്കി വരുമാനങ്ങൾ മാത്രമാണ് മറ്റു വിഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത്. ക്ലയൻസ് ലിസ്റ്റ് നോക്കിയാൽ സീമെൻസ് എനർജി, മിസ്തുബിഷി, ജനറൽ ഇലക്ട്രോണിക്സ് പോലെയുള്ള വലിയ വലിയ പേരുകൾ നമുക്ക് കാണാൻ കഴിയും. കമ്പനിയുടെ പ്രധാന വരുമാനം എക്സ്പോർട്ടിൽ നിന്നാണ്. ഈ ഒരു വരുമാനത്തിന്റെ 50% വരെ US നിന്നും അതുപോലെ തന്നെ ജപ്പാനിൽ നിന്നുമാണ്. കമ്പനിയുടെ ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2025 സാമ്പത്തിക വർഷത്തെ Q3 വരുമാനം ഇയർ ഓൺ ഇയർ 35% വർധനവ്. പ്രതിരോധ മേഖലയിൽ വലിയൊരു വളർച്ചയാണ് കണ്ടത്. ഇപ്പോഴത്തെ ക്വാർട്ടറുകളിൽ ഇത് 8.6% മാത്രമായിരുന്നു. ഇപ്പോൾ അത് 17% വരെ ആയിട്ടുണ്ട്. ഒരു വർഷത്തിനുള്ളിൽ ഇത് 2.6% വളർച്ച കൈവരിച്ചത്. കപ്പാസിറ്റി എക്സ്പാൻഷൻ, സ്ഥിരമായ ഡിമാൻഡ്, പുതിയ ഓർഡേഴ്സ് എന്നിവയാണ് ഈ ഒരു വളർച്ചയ്ക്കുള്ള പ്രധാന കാരണം. കഴിഞ്ഞ 2 വർഷത്തിനുള്ളിൽ പ്രവർത്തന മാർജിൻ 7% വരെ മെച്ചപ്പെട്ടു. ഈ ഒരു പ്രോഗ്രസിന് പ്രധാന കാരണം ജീവനക്കാരുടെ സമയബന്ധിതമായ ചെലവും ജോലി ചെലവും കുറഞ്ഞു എന്നുള്ളതാണ്. കൂടാതെ ആനുവൽ പ്രോഫിറ്റ് ഗ്രോത്ത് 41% ആയിട്ട് കൂടുകയും ചെയ്തു. ഇതുമൂലം സെയിൽസ് ഗ്രോത്ത് 35% വർദ്ധിച്ചു, പലിശ ചെലവ് കുറയുകയും ചെയ്തു. കമ്പനിയുടെ ഗ്രോത്ത് പ്രോസ്പെക്ടസ് നോക്കുകയാണെങ്കിൽ ആസാദ് എഞ്ചിനീയറിംഗിന് 45,000 കോടിയുടെ ഓർഡർ ബുക്ക് നിലവിലുണ്ട്. അതായത് നിലവിലെ വാർഷിക വരുമാനത്തിന്റെ ഏകദേശം 10% അവർക്ക് ഓർഡർ ബുക്ക് ഉണ്ട്. ബേക്കർ ഹ്യൂസ്, സൗദി അറേബ്യ, ഹണിവെൽ തുടങ്ങിയവർ ക്ലയന്റുകളിൽ ഉൾപ്പെടുന്നുണ്ട്. മിസ്തുബിഷി ഹെവി ഇൻഡസ്ട്രീസിലെ സീമെൻസ് പോലെയുള്ള ചില ക്ലയന്റുകൾക്ക് 5 വർഷത്തെ കോൺട്രാക്ട് വരെയുണ്ട്. ഇതിനായി പ്ലാന്റ് ശേഷി 20,000 സ്ക്വയർ മീറ്റർ വിസ്തീർണത്തിൽ നിന്ന് 10% കൂടി വർദ്ധിപ്പിക്കാൻ കമ്പനി പദ്ധതിയിടുന്നുണ്ട്. ചൈനയിൽ ട്രാഫിക് ഇമ്പാക്ട് വളരെ കുറവായിരിക്കുമെന്നാണ് മാനേജ്മെന്റ് കണക്കാക്കുന്നത്. ഇക്കാരണത്താൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ഗ്ലോബലി കൂടുതൽ കോമ്പറ്റീറ്റീവ് ആയിരിക്കും. കമ്പനി 2025 ഫെബ്രുവരിയിൽ ക്വാളിഫൈഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ പ്ലേസ്മെന്റ് അഥവാ QIP വഴി 7,000 കോടി രൂപ സമാഹരിച്ചിട്ടുണ്ട്. വർക്കിംഗ് ക്യാപിറ്റൽ മാനേജ്മെന്റ് നോക്കിയാൽ ആസാദ് ക്യാഷ് കൺവേർഷൻ സൈക്കിൾ 2021 മാർച്ചിൽ 401 ദിവസമായിരുന്നു. 2024 മാർച്ചിൽ ഇത് 840 ദിവസമായി വർദ്ധിച്ചു. ഇറക്കുമതി ചെയ്ത റോ മെറ്റീരിയൽസ്, ഡിഫൻസ് കോംപ്ലക്സ് അപ്രൂവൽസ്, ഇൻവെന്ററി ഡിലേസ് എന്നിവയാണ് ഇതിന്റെയൊക്കെ ഒരു പ്രധാന കാരണം. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ അസംസ്കൃത വസ്തുക്കൾ, ഡിസ്ട്രപ്ഷൻ, വിതരണ തടസ്സങ്ങൾ ഇവ കാരണം ഊർജ വിഭാഗത്തിലെ വളർച്ച വളരെ മന്ദഗതിയിലാകുന്നു എന്നുള്ളതാണ്. അപ്പോ മുമ്പ് പറഞ്ഞ ഒരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല. ഈ ഒരു സെഗ്മെന്റ് വരുമാനത്തിന്റെ 80% കമ്പനിക്ക് സംഭാവന ചെയ്യുന്ന ഒരു സെഗ്മെന്റ് ആണ്. കൂടാതെ സമീപകാല IPOയ്ക്ക് ശേഷം 6 മാസത്തിനുള്ളിൽ കടമെടുക്കൽ ഏതാണ്ട് 3.5 മടങ്ങ് വർദ്ധിക്കുകയും ചെയ്തു. അവസാനമായി കമ്പനിയുടെ പ്രൈസ് സെയിൽസ് റേഷ്യോ നമുക്ക് നോക്കാം. 27.3 ആണ് പ്രൈസ് സെയിൽസ് റേഷ്യോ. ഇത് വ്യവസായ ശരാശരിയുടെ 13 മടങ്ങിൽ കൂടുതലാണ്. ഇത് ഇൻവെസ്റ്റേഴ്സിന് ഒരു വാല്യുവേഷൻ കൺസേൺ തരുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്കിലേക്ക് കിടക്കാം. അദാനി വിൽമ അഗ്രി ബിസിനസ്.
അദാനി വിൽമർ അഗ്രി ബിസിനസ് AWL 1999 ഇന്റഗ്രേറ്റ് ചെയ്ത കമ്പനിയാണ്. ഭക്ഷ്യ എണ്ണകൾ, ഭക്ഷ്യ ഉൽപാദനങ്ങൾ, അവശ്യ FMCG എന്നിവയുടെ ഒരു മുൻനിര പ്ലെയർ ആണ് കമ്പനി. പ്രവർത്തനങ്ങൾ 3 പ്രധാന വെർട്ടിക്കലുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. DIAയുടെ ഷെയർസ് ഏതാണ്ട് 9% വർദ്ധിച്ചു. അതുപോലെ തന്നെ FII ഹോൾഡിങ്ങുകൾ 3% കൂടുതൽ വർദ്ധിക്കുകയുണ്ടായി. ബിസിനസ് സെഗ്മെന്റിൽ നോക്കുകയാണെങ്കിൽ ഫോർച്യൂൺ കിങ്സ് പോലെയുള്ള ബ്രാൻഡാണ് ഇതിനുള്ളത്. അവർ സൺഫ്ലവർ, ഗ്രൗണ്ട്നട്ട്, മസ്റ്റാർഡ് ഓയിൽ എന്നിവ വിൽക്കുന്നു. ഈ ഒരു വിഭാഗം മാത്രമാണ് വരുമാനത്തിന് 78% സംഭാവന ചെയ്യുന്നത്. രണ്ടാമത്തെ സെഗ്മെന്റിൽ ഏതാണ്ട് പേഴ്സണൽ കെയർ ഉൽപ്പന്നങ്ങളാണ് ഉള്ളത്. സോപ്പുകൾ, ഡിറ്റർജന്റുകൾ, കോസ്മെറ്റിക്സ് മുതലായ അസംസ്കൃത വസ്തുക്കളാണ് ഇവർ വിൽക്കുന്നത്. മൂന്നാമതായി അവസാന വിഭാഗം FMCG ആണ്. ബാക്കി ഒരു 10% ഈ ഒരു FMCG സെക്ടറാണ് അവർക്ക് നൽകുന്നത്. മാർക്കറ്റിലെ ഒരു ലീഡറായി നിരവധി ഉൽപ്പന്നങ്ങൾ കമ്പനിയുടെ പോർട്ട്ഫോളിയോയിലുണ്ട്. ഫിനാൻഷ്യൽ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ 2025 സാമ്പത്തിക വർഷത്തിൽ വർഷം തോറും 24% വളർച്ചയോടെ ഓൾ ടൈം ഹൈ റവന്യൂ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് കാരണം ഈ ഒരു എണ്ണ, അതുപോലെ FMCG, ബ്രോഡ് ബേസ്ഡ് വോളിയം, വാല്യൂ ഗ്രോത്ത് എന്നിവയൊക്കെയാണ്. വിശദമായി നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രാൻഡ് സോയ, സൂര്യകാന്തി, കടുകെണ്ണ എന്നിവയ്ക്കുള്ള ഡിമാൻഡ്, ആവശ്യം എന്നിവയൊക്കെയാണ്. Q4 മാത്രം നോക്കിയാൽ വർഷം തോറും 113% വോളിയം വളർന്നിട്ടുണ്ട്. ദക്ഷിണേന്ത്യയിൽ വിൽപ്പന ഏതാണ്ട് 25% വർദ്ധിച്ചിട്ടുണ്ട്. EBITDA 119% വർദ്ധിച്ചത്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഓപ്പറേറ്റിംഗ് മാർജിൻ 2 നിന്ന് 4% മെച്ചപ്പെട്ടിട്ടുണ്ട്. ഇനി മറ്റ് റിസ്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പാം ഓയിലിന്റെയും ഭക്ഷ്യ എണ്ണകളുടെയും വില വളരെ വോളട്ടൈലാണ്. ബിസിനസിന്റെ 80% ഭക്ഷ്യ എണ്ണകളിലാണ്. ഇന്തോനേഷ്യ, മലേഷ്യ പോലെയുള്ള ബയോഡീസൽ മാർക്കറ്റുകൾ B14 അൺസർട്ടനിറ്റി സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ കമ്പനിയുടെ പൂർണ്ണശേഷി ഉപയോഗപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ്. ഇതൊരു കോസ്റ്റ് എഫിഷ്യൻസി ആയിട്ടാണ് കാണിക്കുന്നത്. ഡിമാർട്ട്, റിലയൻസ് പോലെയുള്ള വലിയ പ്ലേയേഴ്സ് ഇൻവെന്ററി ഏകീകരിക്കുകയും കൂടാതെ സ്വകാര്യ ലേബൽ മത്സരം, ഒരു പ്രൈവറ്റ് ലേബൽ കോമ്പറ്റീഷൻ വരികയും ചെയ്യുമ്പോൾ ഒരു മാർജിൻ പ്രഷറും കൂടെ കമ്പനിക്ക് നേരിടേണ്ടി വരും. ഇവയൊക്കെ അവർക്ക് നെഗറ്റീവായിട്ട് വരാവുന്ന ചില കാരണങ്ങളാണ്. ഇത്തരത്തിലുള്ള ഇഷ്യൂകളെയൊക്കെ മറികടന്ന് നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് നിലവിൽ കാഴ്ചവെക്കുന്നത് പോലെ മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു സാധ്യതയും നമുക്ക് മുന്നിൽ കാണാൻ കഴിയും. ടെക്നിക്കൽ അനാലിസിസിന് വേണ്ടി നമുക്ക് അവരുടെ ചാർട്ട് ഒന്ന് പരിശോധിക്കാം. മൂവിംഗ് ആവറേജസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത കമ്പനി JB കെമിക്കൽസ് ആണ്. 1976 ആരംഭിച്ച ഇന്ത്യയിലെ മുൻനിര ഫാർമ കമ്പനികളിൽ ഒന്നാണ് JB കെമിക്കൽസ്. കമ്പനിക്ക് 20-ലധികം ചികിത്സാ വിഭാഗങ്ങളുണ്ട്. 40-ലധികം രാജ്യങ്ങളിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നുമുണ്ട്. ദക്ഷിണാഫ്രിക്ക, റഷ്യ, US, UAE എന്നിവിടങ്ങളിൽ നിന്നുള്ള സബ്സിഡികളും കമ്പനിക്കുണ്ട്. ഇന്ത്യയിലെ മികച്ച 300 ഫാർമ കമ്പനികളിൽ 6 ബ്രാൻഡുകളിലായിട്ട് അവർ റാങ്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മെഡിക്കേറ്റഡ് ഹെർബൽ ലോസഞ്ചുകളുടെ മികച്ച 5 ഗ്ലോബൽ മാനുഫാക്ചേഴ്സ് കൂടിയാണ് കമ്പനി. 2023 മാർച്ച് മുതൽ ക്വാർട്ടർ FII ഓഹരി 8% കൂടുതൽ വർദ്ധിച്ചിട്ടുണ്ട്. 2025 മാർച്ചോടെ ഓഹരി 18% വർദ്ധിക്കുകയുണ്ടായി. കഴിഞ്ഞ ക്വാർട്ടറിൽ DI ഹോൾഡിങ്ങുകൾ 2% വർദ്ധിച്ചു. കമ്പനിക്ക് 4 പ്രധാന വരുമാന സ്രോതസ്സുകളാണുള്ളത്. ഡൊമസ്റ്റിക് ഫോർമുലേഷൻസ് 58% വരുമാനം തരുന്നത്. എക്സ്പോർട്ട് ഫോർമുലേഷൻ 29%, കോൺട്രാക്ട് ഡെവലപ്മെന്റ് ആൻഡ് മാനുഫാക്ചറിംഗ് ഓർഗനൈസേഷൻ CDMO ഏകദേശം 11%, അതുപോലെ തന്നെ ആക്റ്റീവ് ഫാർമസ്യൂട്ടിക്കൽ ഇൻഗ്രീഡിയൻസ് ഏതാണ്ട് 2% അവർക്ക് വരുമാനം നൽകുന്നത്. JB ഫാർമ വ്യവസായത്തിന്റെ ഏതാണ്ട് 22ാം സ്ഥാനത്താണ്. അവരുടെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ അവരുടെ എല്ലാ ബ്രാൻഡുകൾക്കും ശക്തമായ വിപണി വിഹിതവും അതുപോലെ തന്നെ മാർക്കറ്റ് ഷെയറും നല്ലൊരു റാങ്കിങ്ങും അവർക്ക് കാഴ്ചവെക്കാൻ കഴിയുന്നുണ്ട്. ഫിനാൻഷ്യൽ പെർഫോമൻസ് നമുക്ക് നോക്കാം. 2025 മാർച്ചിൽ കമ്പനി 12.45% വരുമാന വളർച്ച വർഷം തോറും കാണിച്ചു. അതുപോലെ തന്നെ ശക്തമായ ആഭ്യന്തര ഫോർമുലേഷനിൽ നിന്ന് ബിസിനസ് തിരിച്ചുവരവിൽ നിന്നുമാണ് പ്രധാനമായും വളർച്ച ഉണ്ടാകുന്നത്. ക്രോണിക് തെറാപ്പികൾ 18% ആയിട്ട് വളർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ മൊത്തത്തിലുള്ള മാർക്കറ്റ് ഗ്രോത്ത് 10%-ൽ കൂടുതലാണ്. 75% വരുമാന വളർച്ചയുണ്ടെങ്കിലും പ്രവർത്തന മാർജിൻ ഏതാണ്ട് 20%. ഈ ഒരു മാർജിൻ 2021 മാർജിനേക്കാൾ താഴെയായിട്ടാണ് കാണിക്കുന്നത്. അത് കമ്പനിയുടെ EBITDA മാർജിൻ 29% എത്താൻ വേണ്ടി ലക്ഷ്യമിടുന്നുണ്ട്. ഇനി ഗ്രോത്ത് ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ അടുത്ത 4 വർഷത്തിനുള്ളിൽ മാനേജ്മെന്റ് CDMO ബിസിനസ് 50 ദശലക്ഷത്തിൽ നിന്ന് $100 ദശലക്ഷം ഇരട്ടിയാക്കുമെന്ന് വ്യക്തമാണ്. ബാലൻസ് ഷീറ്റ് പരിശോധിക്കുമ്പോൾ കമ്പനി ഡെപ്റ്റ് ഫ്രീ ലോങ് ടേം ഡെപ്റ്റ് ആണ്. എന്ന് വെച്ചാൽ അവർ ഒരു ദീർഘകാല കടബാധ്യതയിൽ നിന്ന് അവര് മുക്തമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബാലൻസ് ഷീറ്റിന്റെ 80% കരുതൽ റിസർവ് പിൻബലത്തിലാണുള്ളത്. അടുത്ത ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം, അവരുടെ ഏറ്റവും വലിയ ആസ്തികളിൽ ഒന്ന് അവരുടെ ഒരു ഗുഡ് വിൽ ആണ് എന്നുള്ളതാണ്. ഇനി കമ്പനിയുടെ റിസ്കുകൾ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ ബ്രാൻഡഡ് ജനറിക് ബിസിനസ്സുകൾക്കുള്ള ഗവൺമെന്റ് ടെൻഡർ പലപ്പോഴും ആശ്രയിച്ചിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മത്സരം വർദ്ധിക്കുമ്പോൾ അത് മാർജിനെയും ഓർഡറിന്റെ ഗുണനിലവാരത്തെയും ബാധിക്കുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാന റിസ്ക് വാല്യുവേഷൻ ആണ്. കമ്പനിയുടെ
എന്റർപ്രൈസ് വാല്യൂ എബിറ്റിഡ റേഷ്യോ 24.3 എന്റർപ്രൈസ് മൂല്യം എബിറ്റിഡ റേഷ്യോ വ്യവസായ ശരാശരിയേക്കാൾ 16.87 ആണ്. വരുമാനത്തിലുള്ള ഒരു പ്രതീക്ഷ കുറയുകയാണെന്നുണ്ടെങ്കിൽ അത് ഇൻവെസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും നെഗറ്റീവായിട്ടുള്ള ഒരു ഇൻഫർമേഷൻ കൂടിയായിരിക്കും. എന്നിരുന്നാലും കമ്പനിയുടെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസും അതുപോലെ തന്നെ FII DIIകളുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു സ്ട്രാറ്റജി കൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് ഡിസിഷൻ എടുക്കാൻ കഴിയും. അപ്പൊ ഇനി നമുക്കൊരു കൺക്ലൂഷനിലേക്ക് കിടക്കാം. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്ത 3 ഓഹരികൾ ആസാദ് എഞ്ചിനീയറിംഗ്, അദാനി വിൽമ അഗ്രി ബിസിനസ്, JB കെമിക്കൽസ് എന്നിവയാണ്. ഇവയെല്ലാം സ്ഥാപന നിക്ഷേപകരുടെ ശ്രദ്ധ നേടിയ കമ്പനികളാണ്. ഓരോ കമ്പനിക്കും അതിൻ്റെതായ ഫിനാൻഷ്യൽ സ്ട്രെങ്ത്, ഗ്രോത്ത് പൊട്ടൻഷ്യൽ, അതുപോലെ തന്നെ റിസ്കുകളും ഒക്കെ ഉണ്ട്. അപ്പോ FIIകളുടെയും DIIകളുടെയും ഇൻവെസ്റ്റ്മെന്റ് മെത്തഡോളജി പരിശോധിച്ചുകൊണ്ട് ഇതുപോലെയുള്ള കമ്പനികളിൽ അവരുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു സ്ട്രെങ്ത് മനസ്സിലാക്കിക്കൊണ്ട് നല്ല രീതിയിലുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നമുക്ക് നല്ലൊരു പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയും. അപ്പൊ നമ്മുടെ ഈ ഒരു ഇൻഫർമേഷൻ തീർച്ചയായിട്ടും എഡ്യൂക്കേഷൻ പർപ്പസിനുള്ളതാണ്. ഇതൊരു ഫിനാൻഷ്യൽ അഡ്വൈസ് ആയിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഏതൊരു നിക്ഷേപ തീരുമാനത്തിന് മുമ്പും നിങ്ങളുടേതായ ഒരു കൃത്യമായ ഒരു റിസർച്ച് ആവശ്യമുണ്ട്. അപ്പൊ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് കൂടി ഫോർവേഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്.